ഒരു ബ്രേക്ക് കഴിഞ്ഞ് വന്നിട്ട് ഒരു മാസ് സാധനം. ഇങ്ങനെ ഒരു നടനെ അങ്ങേർക്ക് മാത്രമേ പറ്റുള്ളൂ. അതിഗംഭീര സിനിമ. നമുക്ക് സൈലന്റ് ആയിട്ടിരുന്ന് ഇതൊക്കെ ചെയ്യുന്ന കണ്ടപ്പോ അതിശയായിപ്പോയി. നന്നായിട്ടുണ്ട് മൂവി. മമ്മൂട്ടിയുടെ അഭിനയിക്ക് നന്നായിട്ടുണ്ട്. രസമുണ്ട്. നല്ല പടമായിരുന്നു. നല്ല പടമാണ്. മമ്മൂട്ടി അഭിനയം നന്നായിരുന്നു. മമ്മൂട്ടി പോലത്തെ ചെയ്യാറില്ല, പക്ഷേ നന്നായിരുന്നു. സൂപ്പറല്ലേ? അല്ല നമ്മുടെ ആരാധന മമ്മൂക്ക നന്നായി തകർത്തു. രാഗം ഹൗസ്ഫുള്ളായിരുന്നു. മമ്മൂട്ടി സൂപ്പറായി, നല്ല അഭിനയായിരുന്നു. വിനായകനും ഞാൻ ഞെട്ടിച്ചു. വിനായകൻ അടിപൊളിയായി. വിനായകന്റെ ക്യാരക്ടർ ഭയങ്കരമായി. നല്ല ഒരു ഇതായിരുന്നു. മമ്മൂട്ടി സൂപ്പറായി. പൊളിച്ചു പടം. അടിപൊളി പടം. മമ്മൂക്ക ഇത് അക്സെപ്റ്റ് ചെയ്തതിൽ സമ്മതിക്കണം. കാരണം വിനായകന്റെ വില്ലൻ അല്ലെങ്കിൽ വിനായകന്റെ തല്ലൊക്കെ കൊള്ളിടല്ല, അതൊക്കെ സമ്മതിക്കണം. എത്ര സീനിയർ ആക്ടർ ഇങ്ങനെ ചെയ്യണത് അടിപൊളി പടം. സൂപ്പർ, അടിപൊളി. മമ്മൂക്ക തകർത്തു. സൂപ്പർ. വളരെ നന്നായി. അടിപൊളി. സൂപ്പർ. പൊളി മൂവിയായിരുന്നു. വേറെ ലെവൽ സൂപ്പർ ആയിരുന്നു. മമ്മൂക്കന്റെ ആക്ടിങ് പൊളിയായിരുന്നു. എല്ലാരും ഫുള്ളായിരുന്നു. മേലെയൊക്കെ ഫുള്ളായിരുന്നു. മമ്മൂക്കയുടെ പിന്നെ നമ്മൾ പറയണ്ടല്ലോ, ലൈക് എക്സ്പെക്ടഡ്. ഒരു ബ്രേക്ക് കഴിഞ്ഞ് വന്നിട്ട് ഒരു മാസ് സാധനം. രണ്ടുപേരും ഒപ്പത്തിനൊപ്പം ലൈക് സീനായിരുന്നു. നല്ല സിനിമയായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. മമ്മൂട്ടി അടിപൊളിയായിട്ട്. വിനായകനും അത് ശരിക്കൊരു സർപ്രൈസിങ് ആയിരുന്നു. അങ്ങനെ ഒരു ക്യാരക്ടർ മമ്മൂക്കി എടുത്ത് ചെയ്യാന്ന് പറയണത് എന്തായാലും സന്തോഷം. ഞെട്ടിച്ചു തീർച്ചയായിട്ടും. വളരെ നന്നായിരുന്നു. നന്നായി ഇഷ്ടപ്പെട്ടു. അടിപൊളി. നന്നായിട്ടുണ്ട്. കിടിലം പടം. ഫുൾ തിരക്കാ. ഫുൾ ടീം വന്നിട്ടുണ്ട്. പടം നന്നായിട്ടുണ്ട്. മമ്മൂട്ടിനെ നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പൊ അടിപൊളിയുണ്ട്. വെറൈറ്റി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും. പടം നന്നായിട്ടുണ്ട്. മമ്മൂക്ക ഇങ്ങനെ ഒരു ക്യാരക്ടർ എടുക്കാന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യം തന്നെ. മലയാളത്തിൽ ആരും അങ്ങനെ എടുക്കാൻ ചാൻസ് ഇല്ല. വല്ലപ്പോഴൊക്കെ സിനിമയ്ക്ക് വരുന്ന ആളാണ്. ആൾക്കാർ ഭയങ്കര ഇഷ്ടമായി. പടം നല്ല പടമാണ്. എനിക്ക് മമ്മൂട്ടിയേക്കാൾ ഇഷ്ടമായത് വിനായകനെയാണ്. വിനായകൻ ബെസ്റ്റ് അഭിനയമുണ്ട്. അതാണ് വിനായകൻ. അത് മമ്മൂട്ടി കമ്പനി റോൾ കൊടുത്ത് നന്നായിട്ടുണ്ട്. വിനായകൻ കൂടുതൽ ഉയരങ്ങൾക്ക് പറ്റുന്നതാണ് എൻ്റെ ആഗ്രഹം. ഇതേമാതിരത്തെ നല്ല നല്ല റോളുകൾ, ഈ ചപ്പിൾ റോളുകൾ കൊടുക്കാണ്ട് ഇങ്ങനത്തെ റോളുകൾ വിനായകൻ കൈകാര്യം ചെയ്യണം. നന്നായിട്ടുണ്ട്. നല്ല ക്രൈം ബ്രാഞ്ച് ഓഫീസർ തന്നെയാണ്. പിന്നെ രാഗത്തിൽ തന്നെ വന്ന് കാണണം. സത്യമായിട്ടും വേറൊരു തിയേറ്ററിൽ ഇങ്ങനത്തെ ഒരു ഫീൽ സൗകര്യം കിട്ടില്ല. അത്രയും നല്ല സുഖ സീറ്റിങ്ങും അതിൻ്റെ സൗകര്യവും സൗണ്ടും എല്ലാം നല്ല ക്ലിയർ ആണ്. രാഗം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ രാഗം തന്നെയാണ്. നല്ല പടം. മമ്മൂട്ടി നന്നായിട്ട്. വിനായകനും നന്നായിട്ട്. നന്നായിട്ട്. ഇഷ്ടപ്പെട്ടു. മമ്മൂട്ടിയുടെ ഫസ്റ്റത്തെ പോലെയൊന്നും പിന്നെ പറയണ്ട. ശേഷം ഒരു നല്ല സിനിമ കാണുന്നു. ഫുള്ളായിരുന്നു. നല്ല സിനിമയാണ്. പടം ഇഷ്ടപ്പെട്ടു. നല്ല റൈറ്റിംഗാ. പിന്നെ പെർഫോമൻസ് ഇവരൊന്നും ജഡ്ജ് ചെയ്യാൻ നമ്മളെ ആളല്ല. പക്ഷെ നല്ല പടം. മമ്മൂട്ടി ഫാനാണ്. ആളെങ്ങനെ അഭിനയിച്ചാലും നമുക്ക് ഇഷ്ടമാണ്. ഗംഭീര സിനിമ. മമ്മൂക്കയുടെ വേറൊരു വേറെ നമ്മൾ ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു നടനെ അങ്ങേർക്ക് മാത്രമേ പറ്റുള്ളൂ. അതിഗംഭീര സിനിമ. മമ്മൂക്ക സൂപ്പർ. വിനായകൻ പൊരിച്ചുണ്ട്. രണ്ടുപേരെ ഒന്നും പറയാനില്ല. സൂപ്പർ. സൂപ്പർ കോംബോ. വിനായകൻ മമ്മൂട്ടി സൂപ്പറായിട്ടുണ്ട്. ഇല്ല, ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വേഷം. സൂപ്പറായി. അടിപൊളി. എല്ലാവരും നന്നായിട്ടുണ്ടായിരുന്നു. മമ്മൂട്ടി അടിപൊളിയായിട്ടുണ്ട്. വിനായകനും എല്ലാവരും ഒന്നിനൊന്ന് മെച്ചം. ഒരു വ്യത്യസ്തമായിട്ടുള്ള റോള് അല്ലേ. ആദ്യമായിട്ട് കാണുമ്പോ
ഒരുപാട് അസലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത റോളിൽ കോടിന് മമ്മൂട്ടി പോണത് ഒരുപാട് ഇഷ്ടമായി. ഇല്ല, അങ്ങനെ ഇന്ന് കേട്ടപ്പോ നെഗറ്റീവ് റോളിൽ കേട്ടപ്പോ ഒരു ഇതുണ്ടായിരുന്നു കാണലും മുമ്പ്. പിന്നെ കണ്ടപ്പോ ഒരു ഇത് നല്ല ഇഷ്ടമുള്ള ഒരു നടനായതുകൊണ്ട് നമുക്കത് അങ്ങോട്ട് മുഴുവനായിട്ടും അങ്ങോട്ട് ഇതാക്കാൻ പറ്റണില്ല. എന്നാലും കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. നല്ല തിരക്കുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ? നല്ല സിനിമയായിരുന്നു. പിന്നെ വിനായകന്റെ അഭിനയം സൂപ്പറായിരുന്നു. ആണല്ലേ? ആള് ജീവിക്കായിരുന്നു. എങ്ങനെയുണ്ട് മമ്മൂക്ക ഈ കഥാപാത്രത്തിലേക്ക് വന്നപ്പോ? നമുക്ക് സൈലന്റ് ആയിട്ടിരുന്ന് ഇതൊക്കെ ചെയ്യുന്ന കണ്ടപ്പോ അതിശയായി പോയി. ഇങ്ങനെ ഒരു വില്ലൻ സൈലന്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നുള്ളത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നിങ്ങൾ തൃശ്ശൂരുകാരെ ഏറ്റെടുത്തോ? അത് പറ. ഏറ്റെടുത്തു.